കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്താ എല്ലാവരും അങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ ശരിയല്ല എന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇനി ദേവേട്ടന്റെ കല്യാണത്തെക്കുറിച്ച് ഈ വീട്ടിൽ ആരെങ്കിലും ഒരക്ഷരം മിണ്ടിയെന്നിരിക്കട്ടെ. എന്താടാ നീ നോക്കി നിൽക്കുന്നത്? ചെല്ല് ചെന്ന് ചോദിക്കേ. അതെ ഒന്നെ വരും ചേട്ടാ, ആവേശം കാണിക്കണ്ട, പണി കിട്ടുവേ. ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ? ഒന്ന് പോടാ. വേണ്ട വരും ചേട്ടാ, വടി കൂടെ തടി മേടിക്കാൻ നോക്കണോ? മിണ്ടല്ലടാ, ഞാൻ ആരാണെന്ന് നീ കരുതിയേ? എന്തു പറ്റിയടി? നിനക്ക് കല്യാണം തടയണോ? പറയടി. നീ അങ്ങ് ഭീഷണിപ്പെടുത്തിയാ ഞാൻ അങ്ങ് പേടിച്ചു പോന്ന് വിചാരിച്ചോ? ഞാൻ വരുണാ, മനസ്സിലായ? പാല് കുടിക്കണ കുഞ്ഞല്ല. ഈ കല്യാണം ഉറപ്പായിട്ട് നടക്കും. അല്ല എന്താ, എന്തിനാ നീ എന്റെ അടുത്തേക്ക് വരുന്നത്? അടുത്തേക്ക് വരുന്നത്. കീപ് ദ ഡിസ്റ്റൻസ്, കീപ് ദ ഡിസ്റ്റൻസ്. എന്നൊന്നും ചെയ്യരുത്. എന്താടാ കല്യാണം കഴിപ്പിക്കണോ നിനക്ക്? കഴിപ്പിക്കണോടോ നിനക്ക്? പറ, കഴിപ്പിക്കണോടോ നിനക്ക്? കല്യാണം കഴിപ്പിക്കണോന്ന് കല്യാണം കഴിപ്പിക്കണോ നിനക്ക്? കല്യാണം കഴിപ്പിക്കണോന്ന് കഴിപ്പിക്കണോ? കല്യാണം കഴിപ്പിക്കണോ നിനക്ക്? പറയണം, ഇനി കല്യാണം എന്നൊരു വാക്ക് നിന്റെ വായിന്ന് പുറത്തു വന്നാ നിന്റെ കഴുത്തിന് മുകളിൽ തല കാണില്ല. ഇതിനല്ലേ വടി കൂടെ തടി മേടിക്കണ്ട എന്ന് പറഞ്ഞത്? കേട്ടില്ലല്ലോ. സോഫ ചാടി കടന്നു വന്ന് മേടിച്ചു. വരും ചേട്ടാ, വേണ്ട വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ, കേക്കാഞ്ഞിട്ടല്ലേ? നോക്ക്, എല്ലായിടത്തും ചതഞ്ഞിരിക്കുന്നു. ഇതിലെന്തൊക്കെയോ പന്തികേട് തോന്നുന്നുണ്ട്. വൈദേഹി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിന് വൈദേഹി എപ്പോഴാ മരിച്ചുപോയത്? കൗസല്യേ, നാളെയല്ലേ രാജഗുരുക്കൾ വരുന്നേ? ഗുരുക്കളെ ആശ്രമത്തിൽ ചെന്ന് കാണണം. അദ്ദേഹം എന്തെങ്കിലും പരിഹാരം പറഞ്ഞു തരും. അത് വേണ്ടമ്മേ. ഇക്കാര്യം രാജഗുരുക്കളെയല്ല, വേറെ ആരും അറിയിക്കണ്ടമ്മേ. അതെന്താ കൗസല്യ?
കല്യാണ വീട്ടില് പ്രേതോന്നൊക്കെ പറഞ്ഞാല് പേടിച്ചിട്ട് കല്യാണത്തിന് വരാതിരുന്നാലോ? അതുകൊണ്ട് ആരും അറിയിക്കണ്ടമ്മേ. അതിന് ഈ കല്യാണം നടക്കില്ലല്ലോ അമ്മേ. ആ വൈദേഹി എന്തെങ്കിലുമൊക്കെ ചെയ്യും. നടക്കും മോളെ. നേരം വെളുക്കുന്നതിന് മുമ്പ് ഒരു തീരുമാനം ഉണ്ടാക്കണം. രാജഗുരുക്കളോട് പറയാന്ന് പറഞ്ഞപ്പോ മുട്ട് വിറയ്ക്കുന്നല്ലേ അമ്മേ? ഗുരുക്കള് കാര്യം അറിഞ്ഞ വൈദേഹിയാണ് ഭാര്യ എന്ന് പറഞ്ഞതല്ലേ? ഇടയ്ക്ക് മാളവിക എങ്ങനെ വന്നു എന്ന് ചോദിക്കും. കത്ത് മാറിയ കാര്യം രാജഗുരുക്കൾ അറിയും. അമ്മയുടെ കള്ളത്തരവും അതോടെ പൊളിയും. ഇരിക്കട്ടെ. നിന്നേ. അവള് തല്ലൂന്ന് നിനക്ക് അറിയായിരുന്നില്ലേ? തല്ലി ചതയ്ക്കുമെന്നറിയായിരുന്നു. പിന്നെ പിന്നെ നീ എന്തിനാ അവളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചെന്നെ? കാലത്തവളെന്റെ കരണം അടിച്ചു പൊളിച്ചപ്പോ നീ അത് എന്തുമാത്രം എൻജോയ് ചെയ്തു എന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് കരുതിയോ? അതുകൊണ്ടാ നിനക്കിട്ട് 4 എണ്ണം കൊള്ളിക്കണോന്ന് കരുതിയത്. പക്ഷെ തല്ലു മാത്രമല്ല, ചതച്ച് കളഞ്ഞല്ലോ മോനെ. പാവം, കവളക്ക് നീര് വെച്ചല്ലോ. അയ്യോടാ. പോയോ? അവളുടെ അടുത്തേക്ക് പോയി വെറുതെ വാങ്ങിച്ചു കൂട്ടി. ഭഗവാനെ, ജാനകി എവിടെയെങ്കിലും ഇല്ല. കഥക് കുറ്റിയിട്ട് പൊതച്ചു മൂടി കിടക്കാന്ന് വെച്ചാ ഒരു ഗ്ലാസ് പാല് കുടിച്ചാലും ഉറക്കം വരൂ. ദിവസവും ജാനകിയല്ലേ അത് കൊണ്ടുതരുന്നേ. അയ്യോ, ഇപ്പൊ ചോദിച്ചാ തിളയ്ക്കുന്ന പാല് കൊണ്ടുവന്ന് എന്റെ മുഖത്തേക്ക് എങ്ങനെ ഒഴിച്ചാലോ? എനിക്കുള്ള പാല് ഞാൻ തന്നെ ചൂടാക്കിക്കോളാം. മാളവികേ, വൈദേഹി, അവിടെയല്ല മാളവിക, ഇവിടെ. ഇങ്ങോട്ട് വാടി. ഏയ്, അവിടെ അല്ലാന്ന് പറഞ്ഞില്ലേ? ഇങ്ങോട്ട് വാ. വാ. ഹേയ്, ശ്രീരാമ ശ്രീരാമ ശ്രീരാമ, അവള് വരല്ലേ. അമ്മ, ശ്രീയാഞ്ജനേയം പ്രസന്നാഞ്ജനേയം, ശ്രീയാഞ്ജനേയം പ്രസന്നാഞ്ജനേയം, ശ്രീയാഞ്ജനേയം പ്രസന്നാഞ്ജനേയം, ശ്രീയാഞ്ജനേയം പ്രസന്നാഞ്ജനേയം, ശ്രീയാഞ്ജനേയം പ്രസന്നാഞ്ജനേയം, ശ്രീയാഞ്ജനേയം പ്രസന്നാഞ്ജനേയം. അയ്യോ, തീ! അമ്മേ! വിനയ! വിനയ! അയ്യോ, വിനയ! വിനയ! ഒന്നുമില്ല, പേടിക്കണ്ട. ഒന്നുമില്ല ചേച്ചി. അയ്യോ, ദേഹത്തൊന്നും കൊണ്ടില്ലല്ലോ അല്ലേ? അമ്മോ,
അമ്മ പേടിക്കാതിരിക്കും മാളവിക ചേച്ചി. പൊള്ളലൊന്നും ഇല്ലല്ലോ അല്ലേ? മാളവിക മോളെ, അമ്മായി, അമ്മായി, എന്താ മോളെ, അമ്മായി, എന്താ പറ്റി, എന്താ കാര്യം? മാളവിക, മാളവിക, ചേച്ചി, മാളവിക എന്താ പറ്റി? കുഴപ്പമൊന്നുമില്ലല്ലോ? യു ഫൈൻ? എന്താ ഉണ്ടായെന്ന് പറ മാളവിക. എത്ര വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ശ്രദ്ധിക്കണ്ടായിരുന്നു മോളെ. അന്ന് ഇതുപോലെ കൈ പൊള്ളിച്ചത്. ഇപ്പൊ ദേ സാരി. കല്യാണം കഴിയുന്നവരെ അടുക്കളയിലേക്ക് വരണ്ടെന്ന് പറഞ്ഞതല്ലേ? ഞാൻ ശ്രദ്ധിക്കാത്തോണ്ടല്ല അമ്മായി. വൈദേഹി 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 ഇത് ചെയ്തത്. വൈദേഹി ചെയ്തെന്നോ? അതിന് വൈദേഹി എവിടെ? എന്തുപറ്റി? എന്തിനാ മാളവിക നിലവിളിച്ചത്? എന്തുപറ്റി എന്തുമ്മേ? കണ്ടല്ലോ അല്ലേ, ജാനകി ദേ ഇപ്പൊ വന്നതേ ഉള്ളൂ. പിന്നെ എവിടുന്ന് വൈദേഹി വരാനാ? എനിക്ക് എന്തൊക്കെയോ പന്തികേട് തോന്നുന്നുണ്ട്. വൈദേഹി തന്നെ അമ്മായി വന്നത്. ഇതവണ ജാനകിയുടെ ശരീരത്തിലല്ല കേറിയ, കാറ്റിലാ വന്നത്. എന്നിട്ട് എന്റെ സാരി എടുത്ത് സ്റ്റൗവിലേക്ക് വെക്കായിരുന്നു അമ്മായി. അമ്മേ, ഓരോ വട്ടവും വൈദേഹി എന്നിലൂടെ തന്നെ വരുമ്പോ അത് ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന പേടി എന്തായാലും ഇപ്പൊ മാറിക്കിട്ടി. ഇനിയിപ്പൊ എന്നെ സംശയിക്കില്ല. ഇതിനു മുമ്പൊക്കെ നിന്റെ ശരീരത്തിലല്ലേ അവള് കേറിയിരുന്ന്? ഇപ്പൊ എങ്ങനെ വരുമെന്നോ എവിടുന്ന് വരുമെന്നോ പോലും അറിയാത്തൊരവസ്ഥയാണല്ലോ ഈശ്വര. അതൊക്കെ പോട്ടെ, വിട്. നീ കത്തിക്കരിഞ്ഞ് സാരി എടുത്തോണ്ട് നിൽക്കണ്ട. ചെന്ന് സാരി മാറ്റാൻ നോക്ക്. ചെല്ലുമോളെ, വേഗം ചെല്ല്. എനിക്ക് തനിച്ചു പോവാൻ പേടിയമ്മായി. ഞാൻ പോവില്ല, അവള് വരും. പേടിക്കണ്ട മോളെ, അങ്ങനെയൊന്നുമില്ല. ഞാനും നിന്റെ കൂടെ വരവാ. നടക്ക. എടി മാളവിക, നിനക്ക് എന്റെ ഭർത്താവിനെ തട്ടിയെടുക്കണം അല്ലേ? ഇനി അങ്ങോട്ട് ഓരോ ക്ഷണവും നിന്നെ പെടപ്പിച്ചു കൊന്നില്ലെങ്കിൽ എന്റെ പേര് വൈദേഹി എന്നല്ല. ദേവേട്ടനൊപ്പം കല്യാണവും സ്വപ്നം കണ്ട് നടക്കുക അല്ലേ? അതിനിത് നടന്നിട്ട് വേണ്ടേ? നിനക്ക് ഞാൻ വേറൊരു കല്യാണം നടത്തിത്തരാം. എൻജോയ്. അമ്മായി, അമ്മായി കൂടെ അകത്തേക്ക് വാ. ഞാൻ ഇവിടെ തന്നെ നിന്നോളാം മോളെ. അത്ര പേടിയാണെങ്കിൽ ഡോർ ലോക്ക് ചെയ്യണ്ട, ഒന്ന് ചാരിയാ മതി. ചെല്ല്. ഏയ്, എന്റെ അടുത്തേക്ക് വരരുത്. വേണ്ട വേണ്ട വേണ്ട, അടുത്തേക്ക് വരരുത്. വേണ്ട വേണ്ട, ദൂരെ പോ. വരരുത്. വേണ്ട, അടുത്തേക്ക് വരരുത്. വേണ്ട, എന്നെ വെറുതെ വിട്ടേക്ക്. വേണ്ട, അടുത്തേക്ക് വരരുത്. എന്നെ ഒന്നും ചെയ്യില്ലേ. വേണ്ട വേണ്ട വേണ്ട. മാളവികേ, ഇത് ഞാനാ ജാനകി. എന്നെ ഒന്നും ചെയ്യില്ലേ. മാളവികേ, എന്നെ ഒന്നും ഞാൻ ജാനകിയാ. ജാനകി? അയ്യോ, ജാനകി തന്നെ. എന്റെ അമ്മോ, ഇങ്ങനെ പെട്ടെന്ന് വന്ന പേടിച്ചു പോവില്ലേ? പെട്ടെന്ന് കണ്ടപ്പോ എന്റെ ഹൃദയം അങ്ങോട്ട് നിന്നുപോയി. പേടി തോന്നുന്നതിൽ തെറ്റ് പറയുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും?
വൈദേഹിക്ക് മാളവികയോട് നല്ല പകയുണ്ടെന്ന് തോന്നുന്നു. എപ്പോ ഏത് രൂപത്തിൽ എവിടുന്ന് വരുന്നു പോലും പറയാൻ പറ്റില്ല. അത് തന്നെ എന്റെയും പേടി ജാനകി. ഇതിനു മുമ്പ് ഒരു തവണ ഈ കല്യാണം മുടങ്ങിയതാ. ഈ തവണയെങ്കിലും ഒന്ന് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. അവളിത് നടക്കാൻ അനുവദിക്കില്ലല്ലോ. ഇതിനെക്കുറിച്ച് വാ തുറക്കുന്നവരെ അവള് തല്ലിച്ചതയ്ക്കുമ്പോ കല്യാണം നടത്താൻ പറ്റുമോ? അത് കണ്ടവള് വെറുതെ ഇരിക്കോ? അയ്യോ, പിന്നെ ഞാനിപ്പോ എന്താ ചെയ്യാ? ഞാൻ പറയുന്ന പോലെ ചെയ്താ മതി. നിന്റെ കല്യാണം നടക്കും. ജാനകി, നേരാണോ? എന്റെ കല്യാണം നടക്കോ? അടിപൊളിയായിട്ട്. ശരി ശരി, ഞാനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞതാ. രാജഗുരുക്കളെ ചെന്ന് കാണ്. ഗുരുക്കൾ എന്തിനാ ജാനകി? ഇന്ദുമ്മ പോവാന്ന് പറഞ്ഞിട്ടും അമ്മായി വിലക്കിയതല്ലേ? അമ്മായി അങ്ങനെയൊക്കെ പറയും. ആദ്യത്തെ മരുമോള് പ്രേതായിട്ട് വന്നു എന്നറിഞ്ഞാ നാണക്കേടുണ്ടാവും എന്നുള്ള പേടിയാ. പിന്നെ ഇവിടെ മനുഷ്യന്റെ ജീവൻ പോയിക്കൊണ്ടിരിക്കുക. അതിപ്പോ നിന്റെ ജീവനല്ലേ, അതിൽ അവർക്ക് എന്ത് നഷ്ടം? എന്നാലും എങ്ങാനും നിനക്ക് വല്ലതും പറ്റിയെന്നിരിക്കട്ടെ, മോന് വേറൊരു പെണ്ണിനെ കണ്ടുപിടിച്ചവര് കല്യാണം കഴിപ്പിക്കും. അതുകൊണ്ടാ അവരെ കാര്യമൊന്നും അറിയിക്കണ്ട. നേരം വെളുത്തു നീ നിന്റെ അമ്മാവിന്റെ അടുത്തേക്ക് ചെല്ല്. രാജഗുരുക്കളുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാൻ പറ. ഗുരുക്കൾ ഒരു ഏലസ് ജപിച്ചു കിട്ടിയ പ്രശ്നം തീരും. പിന്നെ ഒരു പ്രേതവും നിന്റെ അടുത്തേക്ക് വരാൻ പോകുന്നില്ല. എന്തു പറയുന്നു? ശരി ജാനകി, അമ്മായിയോടൊന്നും പറയണ്ട. ഞാൻ അമ്മാവനോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. ഗുരുക്കളുടെ അടുത്ത് കാര്യം എത്തിക്കഴിഞ്ഞ പിന്നെ ഇവിടെയുള്ള ഓരോരുത്തരുടെയും ബാൻഡ് മേളം തുടങ്ങിക്കോളും. ഇനി മാളവിക ഗുരുക്കളുടെ അടുത്തേക്ക് പോയില്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് ഗുരുക്കളെ ഇവിടേക്ക് വരുത്തും. ഗുരുക്കൾ ഇവിടേക്ക് വന്ന പിന്നെ ഈ കല്യാണം നടക്കില്ല. രണ്ടു ദിവസം കഴിഞ്ഞ കല്യാണോ? പക്ഷെ ഈ വീടിപ്പം മരണ വീട് പോലായി. ഈ കല്യാണം നടക്കുവോ അമ്മേ? നടന്നേ തീരെ ഓർമ്മയില്ല. എന്നാലും എനിക്കൊരു സംശയം, ഇതൊക്കെ ചെയ്യുന്നത് വൈദേഹി തന്നെയാണോന്നാ. എന്നുവെച്ചാ ജാനകി മനഃപൂർവ്വം വൈദേഹിയായിട്ട് അഭിനയിക്കുകയാണെന്ന് അമ്മയ്ക്ക് വല്ല സംശയമുണ്ടോ? സംശയം മാത്രമല്ല, വിശ്വസിക്കാനേ ആവുന്നില്ല. ശരിക്കും വൈദേഹി മരിച്ച് പ്രേതായി വന്നതാണെങ്കിൽ നമ്മൾ എങ്ങനെയിട്ട് വട്ട് തട്ടുന്നതിനേക്കാൾ നേരെ ദേവന്റെ അടുത്ത് ചെന്ന് ഞാൻ മരിച്ചുപോയിന്ന് പറയല്ലേ ചെയ്യാ. അതും ശരിയാണല്ലോ. പക്ഷെ എന്ത് കാര്യത്തിനു വേണ്ടിയാണ് ജാനകി ഇങ്ങനെ വൈദേഹിയായിട്ട് അഭിനയിക്കുന്നത്? ആർക്കറിയാം, ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് കരുതി ജാനകിയെ സംശയിക്കാനാവുന്നില്ല. നമ്മളൊന്ന് സൂക്ഷിക്കണം മോളെ. ജാനകിയുടെ കാര്യത്തിൽ എപ്പോഴും ഒരു കണ്ണുണ്ടാവണം, പ്രത്യേകിച്ചും ഈ കല്യാണം കഴിയുന്നത് വരെ. രാഹുൽ, എന്റെ പേരപ്പോ ഓർമ്മയുണ്ടല്ലേ? സന്തോഷം. എന്തിനാ ഇപ്പൊ ഫോൺ വിളിച്ചേ? നിന്നെ ഒന്ന് കാണണല്ലോ. അതൊന്നും പറ്റില്ല. ഞാനിപ്പോ നിന്നെ കുറിച്ച് ഓർക്കാറ് പോലുമില്ല രാഹുൽ. ഞാനിപ്പോ അങ്ങോട്ട് വരികയാണ്, നീ പുറത്തിറങ്ങി വരണം. പറഞ്ഞ മനസ്സിലായില്ലേ? എനിക്ക് നിന്നെ കാണണ്ട. എന്നെ ഇനി ഫോൺ ചെയ്യാൻ വേണ്ട. നീ പുറത്തേക്ക് വന്നില്ലെങ്കിൽ ഞാൻ അകത്തേക്ക് വന്നോളാം. അത്രയ്ക്ക് ധൈര്യമായോ? എന്നാ പിന്നെ ഒന്ന് കാണണല്ലോ. വാ ഇങ്ങോട്ട്. വരാൻ വരാൻ നിനക്ക് അഡ്രസ് അറിയോ? എന്നാ നീ കണ്ടുപിടിച്ചു വാ. ഹലോ ഹലോ, എന്റെ ഫോൺ കട്ട് ചെയ്യുന്നോടി. പേടിപ്പിക്കാൻ വന്നിരിക്കുന്നു. ഇപ്പൊ തന്നെ പ്രേതത്തിന്റെ ടെൻഷൻ മാറിയിട്ടില്ല. അതിന്റെ ഇടയ്ക്ക് ഇവന്റെ ഒരു മര്യാദക്ക് കല്യാണം ഒന്ന് കഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ സമാധാനമായിട്ട് ജീവിക്കായിരുന്നു. എല്ലായിടത്തും പ്രശ്നങ്ങളാണല്ലോ ഈശ്വര.
ഛേ, ഇവളെ ഉണ്ടല്ലോ. മാളവിക റിലാക്സ്. കൈ എത്തും ദൂരത്ത് വരെ വരും, പക്ഷെ കിട്ടില്ല. ഛേ, രാഹുലിന് അഡ്രസ് ഒന്നും അറിയില്ലല്ലോ. അവൻ അത്രയ്ക്ക് ധൈര്യമൊന്നുമില്ല. ഇതേതാ പുതിയൊരാള്? മാളവികയുടെ മുറിയിലേക്കാണല്ലോ പോയത്. ഏയ്, തുറയില്ലോടി. വിടാൻ ഏയ്, വിടാനല്ലേ പറഞ്ഞേ? നീയല്ലേ എന്നോട് വരാൻ പറഞ്ഞു. ഇനി പറയടി. വിടാൻ. ഏയ്, എടി പറയടി, നീ വരാൻ പറഞ്ഞ എന്തിനാന്ന് പറ. വിടന്നെ. ഏയ്, വിടാൻ. വാ. ഏയ്, എന്റെ കയ്യിൽ നിന്ന് വിടാൻ. ഇവനേതാ? മാളവിക ഇവനെയും കൊണ്ട് എങ്ങോട്ടാ പോകുന്നേ? ഏയ്, ഏയ്, കയ്യിൽ നിന്ന് വിടാൻ. എടി വിടറി. ഏയ്, ഏയ്, നീ എന്നെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു? വിടാൻ. വിടാനാ പറഞ്ഞു. വരാൻ. എടി വിടറി. വാ ഇങ്ങോട്ട്. വിട്. എന്നെ കയ്യിൽ നിന്ന് വിടാൻ. വരാൻ. നീ എന്ത് കാണിക്കണം? വിടാൻ. ഏയ്, മാളവിക വിടാൻ. എന്താ നിനക്കിപ്പോ വേണ്ടേ? ഇതെന്താടി പറയാൻ? എന്താന്ന് പറയാൻ? എന്റെ വെഡിങ് കാർഡ് കണ്ണു പിടിക്കില്ലേ നിനക്ക്? അപ്പൊ നമ്മൾ സ്നേഹിച്ചതോ?